താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്റെ അമ്മയെ നാട്ടിച്ചു. ഈശ്വര, സർവ്വതും മംഗളമായി ഭവിക്കണേ. പാഠം 1. അൻവറിന്റെ വിലാപം. എന്തൊക്കെ ആയിരുന്നു. മലപ്പുറം കത്തി, അമ്പും വില്ലും, കൊണ്ടോട്ടി മൂസ, PV അൻവർ പവനായി, ശവമായി. കഴിഞ്ഞ ആഴ്ച മുതൽ തലയറിഞ്ഞു ചിരിക്കാനുള്ള വക ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേരള രാഷ്ട്രീയത്തിൽ. ഇപ്പൊ ഇതാ പൂച്ച വെള്ളത്തിൽ വീട് പോലെ കരക്ക് കയറി കുന്തിച്ചിരിക്കുന്ന അൻവറൊക്കെ കണ്ട അയ്യോ പാപം എന്നേ നാട്ടാര് പറയും. ലോകത്തിൽ ഒരാൾക്കും ഇങ്ങനെ ഒരു ഗതികേട് വരുത്തരുതേ എന്റെ ശിവനെ. ഒരു ബാലേന്ദ്ര മേനോൻ സിനിമ പോലെ കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം എല്ലാം ഒറ്റയ്ക്ക് ചെയ്ത പടമായി. സത്യം പറഞ്ഞ മൂഞ്ചി. ഈ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കുക എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. നിലമ്പൂരില് അത് കണ്ടു. എന്തോ സ്വപ്നം കണ്ട് ഞെട്ടിയിടുന്നേറ്റ നിലമ്പൂർ സുൽത്താൻ നോക്കുമ്പോ തനിക്ക് ചുറ്റും പ്രളയമാണ് കണ്ടത്. എന്ന് ഇക്ക അരിയും തിന്ന് ആശാരിച്ചയും കടിച്ച് എന്നിട്ടും മുറുമുറുപ്പ് തീരാണ്ട് ഇറങ്ങി വന്നതാ. അപ്പോ അവിടുന്നും കിട്ടി, ഇവിടുന്നും കിട്ടി. അതും പോരാഞ്ഞ് വസ്ത്രാക്ഷേപവും നടത്തി. അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞ തുണിയുരിഞ്ഞൂന്ന്. വസ്ത്രാക്ഷേപം നടത്തിയിട്ട് എന്താ തെരുവിലേക്ക് വിട്ടിരിക്കുക അല്ലേ? അത് മാത്രം ചളിവാരി എറിയണം. അതും സഹിക്കാം. ഇപ്പോ ദയാവധത്തിന് വിട്ടിരിക്കുന്നു. എന്നെ ദയാവധത്തിന് വിട്ടിരിക്കുകയാണ്. അത് ഇത്തിരി കടുത്തു പോയിട്ടോ. ഈ കത്രികപ്പൂട്ടിൽ ഇട്ടിട്ട് ഇങ്ങനെ ആക്കിയാൽ ആരായാലും എന്തെങ്കിലും പറയല്ലോ. അല്ലക്ക, ഈ കത്രികപ്പൂട്ട് ആരിട്ടതാ പറയണോ? അല്ല, തൃണമൂൽ കോൺഗ്രസ് കേരളത്തിൽ അല്ല ഈ പാർട്ടിയെ കുറിച്ച് വലിയ പിടുത്തമില്ലല്ലോ. ഏതായാലും ഇങ്ങള് ദയാവധത്തിന് വിധിക്കപ്പെട്ട് എന്നാ പിന്നെ ഇതും കൂടി അങ്ങ് പറഞ്ഞാളെ. ഏത് നമ്മുടെ തൃണമൂൽ കോൺഗ്രസ് എന്താന്ന് കേരളം ഒന്ന് അറിയട്ടേന്നേ. പാർലമെന്റിലെ 3ാമത്തെ പാർട്ടിയാ. 42 MP-മാരുള്ള 200ഓളം MLA-മാരും മുഖ്യമന്ത്രിയുള്ള. അവരോട് എനിക്ക് സംസാരിക്കണ്ടേ? അത് വേണം സംസാരിക്കണം. അല്ല, ഓറ് വിളിച്ചിരുന്നു. ഓരോ ദിവസവും അവർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് പറഞ്ഞ് ഓറ്? അപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾ നാണം കെട്ട ഒരു തീരുമാനത്തിന് പോകണ്ട. എന്നിട്ട് യു ഗോ ആൻഡ് ഗിവ് ദ നോമിനേഷൻ. ദീദി വിൽ കം ദർ. അല്ല, ഓറ് ശരിക്കും നിങ്ങളെ വിളിച്ച അവർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. യു ഗോ ആൻഡ് ഗിവ് ദ നോമിനേഷൻ. ദീദി വിൽ കം ദർ. ഇത് എമ്മാതിരി തള്ളാണ് നിങ്ങള് അബൂക്ക തള്ളുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ തള്ളി മറിക്കുമ്പോ ഒരടങ്ങാറും തോന്നൂല. അല്ലാന്ന് നമ്മളെ ഈ VD ശൈശങ്ങളും തമ്മിൽ എന്താ പ്രശ്നം? എന്തെങ്കിലും ഉണ്ടോ? വളരെ ക്ലിയർ അല്ലേ? അല്ല, അയാള് കട്ട കലിപ്പിലാണല്ലോ. ഈ അൻവറിനെ ഒതുക്കാനാണ് ഈ തെരഞ്ഞെടുപ്പ് ഉപയോഗിക്കുന്നത്. ആ ചർച്ചകളുടെ വാതിലുകൾ അടഞ്ഞു. അതുകൊണ്ട് ചോദിച്ചേ ഉള്ളൂ. ഈ കേസിനെ അല്ല, കേസി വേണുഗോപാലിനെ ഓരെന്താ പറഞ്ഞത്? അദ്ദേഹമായി ഈ വിഷയം ഈ രീതിയിൽ ഇതുവരെ ഞാൻ പങ്കുവച്ചിട്ടില്ലേ. ഓ അങ്ങനെ എല്ലാന്ന് ഈ കേസിൽ ഒരു പ്രതീക്ഷ ഉണ്ടെന്നല്ലേ നിങ്ങൾ പറഞ്ഞിരുന്നത്? എനിക്കിനി അദ്ദേഹത്തിലെ പ്രതീക്ഷ. പക്ഷേ നിങ്ങളത് മാത്രല്ല, പണ്ട് തന്നെ കേസിനെ കുറിച്ച് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം BJP-യുടെ ഏജന്റാണ് എന്ന കാര്യത്തിന് എന്നെ സംബന്ധിച്ച് ബുദ്ധിയുള്ള രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചൊരു തർക്കമില്ല. അത് കുത്തിപ്പൊക്കി ഈ കേസിന്റെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തത് ആ പഹയന്മാര് രാഹുൽ മാങ്കൂട്ടും ഷാഫി പറമ്പിലും പണി തന്നത് തന്നെയാണോ? വിഷയം വേറെയാണ്, അത് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതല്ല. ഓ ആയിക്കോട്ടെ. നിങ്ങൾ പറയും പോലെ അതൊക്കെ പോട്ടെ. ഈ ജോയി ആളെങ്ങനെ? VS ജോയി നിലമ്പൂരിൽ തന്നെയുള്ള DCC പ്രസിഡന്റ് ശ്രീ VS ജോയ് ഈ വിഷയത്തിൽ എപ്പോഴും എന്നോട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ ഭയങ്കര ദോസ്തായിരുന്നല്ലോ. VS ജോയിനെ ഇലക്ഷൻ നിർത്തണം എന്നൊക്കെ അല്ലേ നിങ്ങള് തട്ടിവിട്ടത് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ്? ജോയ് സ്ഥാനാർത്ഥിയാവണം എന്ന് പറഞ്ഞത് വ്യക്തിപരമായ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലോ ജോയിയോടുള്ള പ്രത്യേക മമതയുടെ അടിസ്ഥാനത്തിലോ അല്ല. അല്ല, സത്യം പറഞ്ഞ നിങ്ങൾക്ക് നേരം വെളുത്തിട്ടില്ലേക്ക? ജോയി ആരാന്നാ പറഞ്ഞേ? ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ അടിച്ചു വരാൻ യോഗ്യതയില്ലാത്ത ഒരു മനസ്സിലായി. എല്ലക്ക
നിങ്ങളിങ്ങനെ എല്ലാരെയും കുറിച്ച് വാതോരാതെ വെടിപൊട്ടിച്ചപ്പോഴല്ലേ നിങ്ങളെ മേലെ നാട്ടുകാരെല്ലാരും കൂടി പൊങ്കാലിട്ടത്? പ്രശ്നമില്ല. അതൊക്കെ പോട്ടെ. ഇനി നിങ്ങൾ കോൺഗ്രസിലേക്ക് പോവുക. ബസ്സിലെ ആ സ്റ്റെപ്പിൽ കയറിയുന്ന ക്ലീനറെ കൂടെ നിന്ന് പോകണത് മതി. അത് മതി, അത് മതി. നിങ്ങളെ ഈ വിലാപം ഇങ്ങനെ കേരളത്തിൽ അലടിക്കുക. നമ്മളെ ആര്യാടൻ ഷൗക്കത്തിന്റെ പടം പോലെ പാഠം 1 ഒരു വിലാപം. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നിങ്ങൾ എന്നെ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച്. പിന്നെ ഇപ്പോ കേരളത്തിൽ മൊത്തം ചർച്ച എന്താണെന്നറിയോ? നിങ്ങൾ ഒരു രാഷ്ട്രീയ വനവാസത്തിന്, അതായത് ഈ വാനപ്രസ്ഥം എന്നൊക്കെ പറയൂലേ, അതിന് പോകാന്ന് മൊത്തം ചർച്ചയാണ്. അല്ല, പോകുമൊക്കെ നിങ്ങൾ? ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് പോയിക്കൂടെ? ഈ നാട്ടാരെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തട്ടേക്കാ. അങ്ങനെ വിചാരിക്കേണ്ടവര് നിങ്ങളെപ്പോലെ എമ്മാതിരി തള്ളും കൊണ്ട് വന്ന് കേരള രാഷ്ട്രീയത്തിൽ അങ്ങ് മലമറിക്കാന്ന് വിചാരിച്ച് നടന്നില്ല. ഇപ്പോൾ മോങ്ങി മോങ്ങി കരഞ്ഞുകൊണ്ട് ഒരു സൈഡിൽ അങ്ങ് ഇരിപ്പ് തന്നെ. ആയിക്കോട്ടെ, ബ്ലിങ്ക് ഇത് പിന്നെ തുടരും കേട്ടോ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.